പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ല ഒരു സായനം ഞാൻ ആശംസിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നല്ലതും ചീത്തയുമായ പല കാര്യങ്ങളും സംഭവിക്കും, ഇല്ലേ? മോശം കാര്യങ്ങൾ സംഭവിച്ചാൽ അത് പിന്നീട് കോടതിക്ക് മുന്നിലെത്തും. അതിൽ അന്വേഷണം വേണം, കോടതിക്ക് മുന്നിലെത്തും. അതിൽ ആ ബുദ്ധിമുട്ട് നേരിട്ട വ്യക്തിക്ക് കോടതിയിലൂടെ നീതി കിട്ടണം. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം സംഭവിക്കേണ്ടത്. ഇപ്പോൾ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്ത കേസാണ് നടി ആക്രമിക്കപ്പെട്ട കേസ്. ആ കേസിൽ നീണ്ട 8 വർഷത്തിന് ശേഷം വിധി പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമാണ്. ഡിസംബർ 8-ന് വിധി പ്രഖ്യാപനം ഉണ്ടാകും എന്ന തീരുമാനം വരുമ്പോൾ ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആ നടിക്ക് നീതി കിട്ടുമോ എന്നതാണ്. അപ്പോൾ ഇനി അതിൻ്റെ ദൂരം, അതിൻ്റെ ഫലം അറിയാനുള്ള ദൂരം എന്ന് പറയുന്നത് ദിവസങ്ങളായി എണ്ണപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുൾപ്പെടെ നമുക്ക് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട 5 വാർത്തകൾ ഫോക്കസിൽ കാണാം. ഒപ്പം സായന സവാരി ഉൾപ്പെടെയുള്ള സെഗ്മെന്റുകളിലേക്കും പോകാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നടിക്ക് നീതി കിട്ടുമോ? ദിലീപിന്റെ ഭാവി എന്ത്? 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. ഈ കേരളം ഉറ്റുനോക്കിയ കേസിൽ, കേരളത്തെ ഞെട്ടിച്ച കേസിൽ ഡിസംബർ 8-നാണ് കോടതി വിധി പറയാൻ പോകുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയായിരിക്കും ഈ കേസിൽ വിധി പറയുക. നമുക്കറിയാം, കേരളം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. അതിനുള്ള എല്ലാ വിധത്തിലുമുള്ള പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നതിന് തലേ ദിവസമാണ് കേരളത്തെ ഞെട്ടിപ്പിച്ച ആ വലിയ സംഭവത്തിന്റെ, ആക്രമണത്തിന്റെ കേസിൽ വിധി പറയുന്നത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും നീണ്ട 8 വർഷത്തിന്റെ ശേഷമാണ് കേസിൽ വിധി പറയാൻ പോകുന്നത്. പൾസർ സുനി 1-ാം പ്രതിയായ കേസിൽ നടൻ ദിലീപാണ് 8-ാം പ്രതി. 28 സാക്ഷികളാണ് കേസിൽ കൂറുമാറിയിട്ടുള്ളത്. നടിയെ ആക്രമിച്ച കേസ് വിചാരണ പൂർത്തിയായി ഡിസംബർ 8-ന് അന്തിമ വിധി പറയാൻ മാറ്റുമ്പോൾ 2017 ഫെബ്രുവരി 17-നാണ് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ടത്. കേരളം അന്നേ വരെ കേട്ടുപോലുമില്ലാത്ത തരത്തിലുള്ള ഒരു ക്രൂരതയാണ്, സംഭവമാണ് അന്ന് അരങ്ങേറിയത്. സംഭവം നടന്ന് 8 വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത്. കൊട്ടേഷൻ നൽകി ഒരാളെ പീഡിപ്പിച്ച് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ അവരോടുള്ള വൈരാഗ്യം തീർക്കുക എന്ന ഒരു ഏർപ്പാട് കേരളം കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത സംഭവമാണ്. അതാണ് അന്ന് ആ രാത്രി സംഭവിച്ചത്. ഫെബ്രുവരി 17-ന് രാത്രിയാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നടി ആക്രമിക്കപ്പെടുന്നത്. അവരുടെ വാഹനം തടഞ്ഞു നിർത്തി അതിൽ അക്രമികൾ, പൾസർ സുനി ഉൾപ്പെടെയുള്ള അക്രമികൾ കയറി അവരെ ബലാത്സംഗം ചെയ്യുകയും അത് ചിത്രീകരിക്കുകയും അതൊരു കൊട്ടേഷനാണ് എന്ന കാര്യം അവരോട് പറയുകയും ഒക്കെ ചെയ്ത സംഭവമാണ്. നടി പിന്നീട് നിയമ പോരാട്ടം നടത്താനുള്ള വളരെ ധീരമായ ഒരു തീരുമാനം കൈക്കൊള്ളുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണ് ഈ വിവരങ്ങൾ പുറം ലോകം അറിയുന്നത്, കേരളം അറിയുന്നത്, ചർച്ചയാകുന്നത്. ആദ്യം ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട പ്രതികൾ, 6 പ്രതികൾ, പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ മാത്രം ഉൾപ്പെട്ട കേസ് എന്ന നിലയിലാണ് പോലീസ് ഈ സംഭവത്തെ കാണുന്നത്. ആ രീതിയിൽ ആ കേസ് എടുക്കുകയും കുറ്റപത്രം തയ്യാറാക്കുകയും ചെയ്തതാണ്. പിന്നീടാണ് ഇതിലേക്ക് ദിലീപിന്റെ പങ്ക് എന്ത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരുന്നത്. ദിലീപും പൾസർ സുനി എന്ന വ്യക്തിയും തമ്മിലുള്ള ബന്ധമറിയുന്നത്, അതൊരു കൊട്ടേഷനാണ് എന്ന് മനസ്സിലാക്കുന്നത്, പ്രധാന ഗൂഢാലോചന നടത്തിയത് ദിലീപാണ് എന്നത് വ്യക്തമാകുന്നത്, ദിലീപാണ് ഇതിന്റെ ബെനഫിഷ്യറി എന്നത് വ്യക്തമാകുന്നത്, ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള ബന്ധം നടി മഞ്ജു വാര്യരോട് പറഞ്ഞതാണ് ഇതിലുള്ള കാരണം എന്നതാണ് പിന്നീട് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ള വിവരം. ഈ നടി ആക്രമിക്കപ്പെടുന്ന ദിവസം, അതിനുശേഷം ഇത് കേസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങിയതിനു ശേഷം സിനിമാ മേഖലയിൽ ഉള്ളവർ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ പരിപാടിയിൽ ദിവസങ്ങൾക്കുള്ളിൽ ദിലീപ് പങ്കെടുത്തിരുന്നു. ആ ദിലീപാണ് പിന്നീട് ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്നത് പുറം ലോകം അറിഞ്ഞ സാഹചര്യം. സുനിൽകുമാർ എന്ന പൾസർ സുനി, മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, വിജീഷ് VP, സലിം എന്ന വടിവാൾ സലീം, പ്രദീപ്
എന്നിവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ദിലീപ് ഈ കുറ്റകൃത്യം നടത്തുന്നത്. ദിലീപ് 8ാം സ്ഥാനത്താണ്. ആദ്യ കുറ്റപത്രത്തിന് ശേഷമാണ് ദിലീപിന്റെ കേസിലുള്ള പങ്ക് അന്വേഷണ സംഘം കണ്ടെത്തുന്നത്. നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ദിലീപിനെ 2017 ജൂലൈ 10-നാണ് പോലീസ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തത്. ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് മുൻവൈരാഗ്യമുണ്ടായിരുന്നുവെന്നും ഇതേ തുടർന്നാണ് കൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതുമെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ആദ്യം 7 പ്രതികളുണ്ടായിരുന്ന കേസിൽ പിന്നീട് ദിലീപിനെ 8ാം പ്രതിയാക്കി അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു. ആദ്യഘട്ടത്തിൽ പ്രതി ചേർക്കാതിരുന്ന നടൻ ദിലീപിനെ പിന്നീട് പ്രതി ചേർക്കുമ്പോൾ ആവശ്യത്തിന് വേണ്ടുന്ന തെളിവുകൾ അതിനോടകം തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. 2017 ജൂൺ 28-ന് ദിലീപ്, നാദിർഷ എന്നിവരെ ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചുവരുത്തി 13 മണിക്കൂർ മൊഴിയെടുത്തതിനു ശേഷമാണ് അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നത്. ദിലീപ് നായകനായി അഭിനയിച്ച അവസാന ചിത്രമായ ജോർജേട്ടൻസ് പൂരം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയതിൻ്റെതുൾപ്പെടെയുള്ള തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. അങ്ങനെയാണ് 2017 ജൂലൈ 10-ന് ദിലീപിന്റെ അറസ്റ്റ് ഉണ്ടാകുന്നത്. 85 ദിവസത്തിന് ശേഷം, ഏതാണ്ട് 87 ദിവസമാകുമ്പോഴാണ് ദിലീപിന് പിന്നീട് ഇതിൽ ജാമ്യം പോലും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. 2021 ഡിസംബറിൽ ഈ കേസിന്റെ മറ്റൊരു നിർണായകമായ വഴിത്തിരിവുണ്ടാകുന്നു. ദിലീപിന്റെ അറസ്റ്റ് ഉണ്ടായി. പക്ഷേ ദിലീപ് പിന്നീട് ജാമ്യത്തിലിറങ്ങി. ദിലീപിന്റെ ഇൻവോൾവ്മെന്റ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അന്വേഷണ സംഘം ഇരുട്ടിൽ തപ്പുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ബാലചന്ദ്രകുമാറിന്റെ രംഗപ്രവേശനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. ദിലീപിന്റെ വീട്ടിൽ വെച്ച് പൾസർ സുനിയെ കണ്ടു എന്ന ഒരു നിർണായക മൊഴി സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അവിടെ ഇവർ സംസാരിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളിലെ ചില നിർണായക തെളിവുകൾ ബാലചന്ദ്രകുമാറിന്റെ കയ്യിലുണ്ട് എന്ന വിവരങ്ങൾ വരുന്നു. അങ്ങനെ കോടതി അനുമതിയോടുകൂടി ദിലീപിനെതിരെ വീണ്ടും അന്വേഷണം നടക്കുകയും ഒരു കുറ്റപത്രം കൂടി സമർപ്പിക്കുകയും ചെയ്തതാണ്. അങ്ങനെ 3 ഘട്ടങ്ങളായി കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട കേസാണ്. ഈ കേസിൽ ബാലചന്ദ്രകുമാറിന്റെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കേസ് അന്വേഷണത്തിന് ഒരു ദിശാസൂചികയാകാൻ ബാലചന്ദ്രകുമാറിന്റെ കയ്യിലുള്ള തെളിവുകൾക്ക് കഴിഞ്ഞ ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം നിർഭാഗ്യവശാൽ ഇതിന്റെ വിധി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ച ഒരു കാര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. ആ തെളിവുകൾ എത്രമാത്രം നിർണായകമാകുന്നു എന്നത് വിധി പ്രഖ്യാപനത്തിലാകും നമുക്ക് അറിയാൻ കഴിയുക. ഈ നടി ആക്രമിക്കപ്പെട്ട കേസിന് മറ്റ് പല പ്രാധാന്യം കൂടി നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ടുകൂടി ഉണ്ട് എന്നത് മനസ്സിലാകണം. ഒരു പോരാട്ടം തുടങ്ങുന്നത് ആ സംഭവത്തിൽ നിന്നാണ്. മലയാള സിനിമയിലെ ഒരു സ്ത്രീ കൂട്ടായ്മയുടെ രൂപീകരണത്തിന് നാന്ദി കുറിച്ച സംഭവം കൂടിയായി അത് മാറുകയാണ്. സ്ത്രീക്ക് വേണ്ടി ആക്രമിക്കപ്പെട്ട നടിക്ക് വേണ്ടി ഒത്തുകൂടിയ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ എല്ലാം പിരിഞ്ഞുപോയി. പക്ഷേ അതിൽ നീതി തേടി നിലയുറപ്പിച്ച മലയാള സിനിമയിലെ നടിമാർ, അവർ വുമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന ഒരു പുതിയ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നു. സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നതിൽ ചർച്ചകൾ ആരംഭിക്കുന്നു. സിനിമാ മേഖലയിൽ പോഷ് ഉൾപ്പെടെയുള്ള ആക്ടുകൾ നടപ്പാക്കണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു. മാത്രവുമല്ല, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ കണ്ട് എന്താണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്നത് ചർച്ചയാക്കുന്നു. സർക്കാരിന് അതിൽ ഇടപെടേണ്ടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. താരസംഘടനയായ അമ്മയിൽ അതിനോടകം തന്നെ വലിയ രീതിയിലുള്ള ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു. താരസംഘടനയായ അമ്മയുടെ സ്ത്രീ വിരുദ്ധ നിലപാടുകൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നു. അവിടെ പല തലകളും ഉരുളുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം സംഘടന കുറ്റാരോപിതർക്കൊപ്പം തന്നെ നിൽക്കുമ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങി വന്ന് ആ നടിമാർ മറ്റൊരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. അതാണ് പിന്നെ ഹേമ കമ്മിറ്റിയുടെ രൂപീകരണത്തിലേക്ക് വരെ നയിച്ചത്. ഹേമ കമ്മിറ്റി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുകയും അവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ ആ റിപ്പോർട്ട് ഏതാണ്ട് 4 വർഷം പുറം ലോകം കാണാതെയിരുന്നു. പിന്നീട് അതിലുണ്ടായ കാര്യങ്ങളൊക്കെ നമുക്ക് കൺമുന്നിലുണ്ട്. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടൊക്കെ സിനിമാ മേഖലയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പലതരത്തിലുള്ള ചർച്ചകളും നടപടികളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടം കൂടിയാണ്. അതൊക്കെ തുടങ്ങുന്നത്
പോരാടാൻ ഉറപ്പിച്ച ഈ നടിയുടെ തീരുമാനത്തിൽ നിന്നാണ്. അതാണ് പ്രചോദനം എന്ന കാര്യം നമ്മൾ കാണണം. എന്തായാലും അത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങളെ എത്തിച്ചു. അതിനുശേഷം ഈ വിചാരണ നടപടികൾ നീട്ടിക്കൊണ്ടുപോകാനുള്ള വലിയ നീക്കങ്ങൾ പ്രതിഭാഗത്തുള്ള ദിലീപിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണ് വിചാരണ അനന്തമായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യം. ഏതാണ്ട് 8 വർഷത്തോളം നീതി തേടി കാത്തിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 28 സാക്ഷികൾ ഈ കേസുമായി ബന്ധപ്പെട്ട സാക്ഷികൾ പിന്മാറുന്ന സാഹചര്യമുണ്ടായി. പ്രോസിക്യൂഷൻ പിന്മാറുന്ന സാഹചര്യം, പ്രോസിക്യൂഷൻ ജഡ്ജി പ്രോസിക്യൂട്ടർമാർ പിന്മാറുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അതൊക്കെയും നമ്മൾ കണ്ടതാണ്. 28 സാക്ഷികൾ, അതായത് ഈ ദിലീപ് എന്ന വ്യക്തിക്ക് നടിയോടുള്ള വൈരാഗ്യം എന്ത് എന്നത് നേരിട്ടറിയാവുന്ന നിർണായകമായ സാക്ഷികളാണ് ഇതിൽ നിന്ന് വിട്ടുമാറിയ 28 പേർ എന്നത് കാണണം. അങ്ങനെയൊക്കെ വലിയ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള കേസാണ്. ഈ അന്തിമ വിധി പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡാണ്. അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയ വിവരം, ആ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയ വിവരം അത് പുറത്തു വരുന്നുണ്ട്. പിന്നീട് അന്വേഷണത്തിൽ അത് സ്ഥിരീകരിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയൊക്കെ നീതി തേടി പല കോടതികൾ ഈ നടിക്ക് കയറി ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം, സുപ്രീം കോടതിയെ വരെ സമീപിക്കേണ്ടുന്ന സാഹചര്യം, ഏറ്റവും ഒടുവിൽ രാഷ്ട്രപതിക്ക് മുന്നിൽ വരെ നീതി തേടി എത്തേണ്ടുന്ന സാഹചര്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആ നടിക്കുണ്ടായത്. നീതി തേടിയുള്ള പോരാട്ടത്തിന് അതിരുകളില്ല, അതിൽ ഏതറ്റം വരെയും പോകുമെന്ന പ്രഖ്യാപിത നിലപാടെടുത്ത് പൊരുതുന്ന നടി, ആ രീതിയിൽ കേരള സമൂഹത്തിനാകെ ഒരു മാതൃക സൃഷ്ടിച്ച സംഭവം കൂടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. അതിലാണ് ഇപ്പോൾ നീണ്ട 8 വർഷത്തിന് ശേഷം വിധി പറയാൻ പോകുന്നത്. ഡിസംബർ 8-നാണ് വിധി പ്രഖ്യാപനം ഉണ്ടാവുക. ഈ കേസുമായി ബന്ധപ്പെട്ട ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ നേരിട്ട് ഹാജരാകണം എന്ന ഒരു നിർദ്ദേശം കോടതി ഇതിനോടകം നൽകിയിട്ടുണ്ട്. വനിതാ ജഡ്ജി വേണമെന്ന ആവശ്യം നടിയുടെ ആവശ്യമായിരുന്നു. അതീവ രഹസ്യമായിട്ടാണ് വിചാരണ നടപടികൾ പൂർത്തിയാക്കിയത്. പിന്നീട് ആ ജഡ്ജിയുടെ നിലപാടുകൾക്കെതിരെ പോലും നിയമ പോരാട്ടം നടത്തേണ്ടുന്ന സാഹചര്യം ആ നടിയെ സംബന്ധിച്ചുണ്ട്. ഈ കേസിൽ നടിക്ക് നീതി കിട്ടുമോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. അത് ഈ കേസിൽ ഉണ്ടാകുന്ന വിധി പ്രഖ്യാപനം എന്ന് പറയുന്നത് ഒരു സന്ദേശമായിരിക്കും. നീതി തേടി ആക്രമിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇതുപോലെ ബലാത്സംഗത്തിനിരയാകുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമാണ് ഈ കോടതി വിധിയിലൂടെ ഉണ്ടാകേണ്ടത്. അതെങ്ങനെ വരുന്നു എന്നതാണ് കേരള സമൂഹം കാത്തിരിക്കുന്നത്. 8 വർഷത്തിന് ശേഷം ആ കേസിൽ ഡിസംബർ 8-ന് വിധി പറയും. നടിക്ക് നീതി കിട്ടുന്നോ ഇല്ലയോ എന്നത് നമുക്ക് അന്ന് മനസ്സിലാകും. എന്തായാലും പോരാട്ടത്തിന് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന സൂചനകൾ അവർ ഒരുപാട് തവണ ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. ഈ വിധി എന്തായാലും അതിൽ നീതിയില്ല എങ്കിൽ പോരാട്ടം തുടരും എന്ന കാര്യം ഉറപ്പാണ്. ദിലീപിന്റെ ഭാവി എന്ത് എന്നതുകൂടി നിർണയിക്കുന്നതായിരിക്കും ഡിസംബർ 8 വിധി ദിനം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെൺകുട്ടി പരാതി നൽകും എന്ന വാർത്തകളാണ് ഇന്നലെ വന്നത്. പക്ഷേ ഇതുവരെ ആ രീതിയിൽ ഒരു പരാതി നൽകിയിട്ടില്ല. മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകും എന്ന വാർത്തകളാണ് ഇന്നലെ വന്നത്. മാത്രവുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമായ മറ്റൊരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു. ഈ പെൺകുട്ടിയെ ഗർഭധാരണത്തിന് നിർബന്ധിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നാരോപിക്കുന്ന തരത്തിലുള്ളൊരു വാട്സപ്പ് ചാറ്റ് ഇന്നലെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ എതിരായ ലൈംഗികാരോപണം വളരെ കൂടുതലായി ചർച്ച ചെയ്യപ്പെടുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുന്ന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരായ ലൈംഗികാരോപണ വാർത്തകൾ രാഷ്ട്രീയ പാർട്ടികൾ ആ രീതിയിൽ കോൺഗ്രസിനെതിരെ ആയുധമാക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ പരാതി ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പെൺകുട്ടി അതിൽ ഉറച്ച തീരുമാനം തന്നെ എടുത്തിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ ന്യായീകരണവുമായാണ് എത്തിയത്. തനിക്ക് നിയമ പോരാട്ടം എപ്പോൾ വേണമെന്ന് താൻ തീരുമാനിച്ചോളാം എന്നതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അപ്പോൾ പോലും ഈ ശബ്ദം എന്റേതല്ല എന്ന് പറയാനുള്ള ധൈര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് നമ്മൾ കണ്ടതാണ്. ഈ വിഷയം
ഇപ്പോൾ കൂടുതൽ ചർച്ചയാകുമ്പോൾ കോൺഗ്രസിന്റെ നിഷ്ക്രിയത്വം, ഇരട്ടത്താപ്പ് കൂടുതൽ ചർച്ചയാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടികളെല്ലാം എടുത്തു കഴിഞ്ഞു എന്ന രീതിയിൽ കൈമലർത്തുകയാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നടപടിയെടുത്തു എന്ന് പറയുന്ന ഈ നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ, ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ഔദ്യോഗിക പരിപാടികളിലൊക്കെ വളരെ വലിയ വെൽക്കം ആണ് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിൽ നിന്ന് നയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ നടപടിയെടുത്ത് മാറ്റി നിർത്തിപ്പെടുന്ന ഒരാൾക്ക് ഇതാണോ പാർട്ടിയിൽ ലഭിക്കുന്ന സ്വീകാര്യത എന്ന ചോദ്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള വിമർശനങ്ങൾ കോൺഗ്രസിനെതിരെ വളരെ ശക്തമാകുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും പെൺകുട്ടി പരാതി നൽകും എന്ന സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനും പരാതി നൽകും എന്ന വിവരമാണ് വരുന്നത്. ആ പെൺകുട്ടി ആ തീരുമാനമെടുത്തതിന്റെ ഭാഗമാണ് ഇന്നലെ കൂടുതൽ തെളിവുകൾ രാഹുലിനെതിരെ രംഗത്ത് വന്ന സാഹചര്യം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഗ്രസിൽ നേതാക്കൾ നടപടിയെടുത്തു എന്ന് പറഞ്ഞ് കൈകഴുകുമ്പോൾ പല കോണിൽ നിന്നും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ വിമർശനം നേതൃത്വത്തിനെതിരെ പോലും ഉയരുന്നൊരു സാഹചര്യമുണ്ട്. യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണം എന്നതാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സജന ബി സാജൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആ പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള സൈക്കോപാത്തുകളെ പടിയടച്ച് പിണ്ടം വെക്കണം എന്നതാണ് ആ വനിതാ നേതാവ് ആവശ്യപ്പെടുന്നത്. പെൺകുട്ടികളുടെ മാനത്തിനും വിലയുണ്ടെന്ന് നേതൃത്വം മനസ്സിലാക്കണം. രാഹുലിനെ പരിശുദ്ധനാക്കണമെന്ന ധൃതി ആർക്കാണ് എന്ന് ഈ പെൺകുട്ടി ചോദിക്കുന്നു. എത്ര കിട്ടിയാലും പഠിക്കുന്നില്ല എന്നാണെങ്കിൽ ഇനി പഠിക്കാൻ പാർട്ടി ഉണ്ടാകില്ലെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ സജന ഫേസ്ബുക്ക് കുറിപ്പിൽ നൽകുന്നത്. സ്വല്പം ബുദ്ധിമുട്ടിയാണ് തങ്ങളെപ്പോലെയുള്ളവർ ഇതിൽ, അതായത് ഈ പാർട്ടിയിൽ നിലനിൽക്കുന്നത് എന്നത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ വനിതാ നേതാവ്. പോലീസ് ലാത്തിചാർജും ജയിൽവാസവും സമരങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ അതൊന്നും റീൽസ് ആക്കി പോസ്റ്റ് ചെയ്യാൻ പി ആർ സംവിധാനങ്ങളില്ലാത്ത പട്ടിണി പാവങ്ങളുമൊക്കെ ഈ പാർട്ടിയിലുണ്ട് എന്ന് നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുകയാണ് സജന. അതിൽ ആത്മാഭിമാനം പണയം വെക്കാത്ത തങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടി പാർട്ടി ഇതുപോലുള്ള സൈക്കോപാത്തുകളെ പടിയടച്ച് പിണ്ടം വെച്ചേ മതിയാകൂ എന്നാണ് ഈ കുറിപ്പിൽ സജന ബി സാജൻ പറയുന്നത്. അതായത് നടപടിയെടുത്തു, തങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന് പറഞ്ഞ് കണ്ണടയ്ക്കുന്ന നേതൃത്വത്തോട് ആ പാർട്ടിയിലെ ഒരു യുവ വനിതാ നേതാവിന് പറയേണ്ടി വരുന്നു, ഇതല്ല നടപടി, ഇതിനപ്പുറമുള്ള നടപടിയുണ്ട്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കണം, പടിയടച്ച് പിണ്ടം വെക്കണം, അപ്പോൾ മാത്രമേ നടപടി പൂർത്തിയാവുകയുള്ളൂ. ആത്മാഭിമാനമുള്ളവർക്ക് ആ പാർട്ടിയിൽ പണിയെടുക്കണമെങ്കിൽ ആ നടപടി അനിവാര്യമാണ് എന്ന് വളരെ പച്ചയായി നേതൃത്വത്തോട് പറയാൻ ആ വനിതാ നേതാവ് ധൈര്യം കാണിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ കാണാനുള്ളത്. അത്രമാത്രം ബുദ്ധിമുട്ടുകൾ ആ വനിതാ നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്നതുകൂടിയാണ് ആ കുറിപ്പിന്റെ ഉള്ളടക്കത്തിൽ പറയുന്നത്. അപ്പോൾ ആ സാഹചര്യം മറ്റുള്ളവർക്ക് പറഞ്ഞ് ന്യായീകരിക്കുന്ന സാഹചര്യം വനിതയായ ആ തങ്ങളെപ്പോലെ ഉള്ളവർക്ക് സാധിക്കുന്നതല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ആ വിഴുപ്പ് ചുമക്കേണ്ടുന്ന കാര്യം തങ്ങൾക്കില്ല എന്നത് സൂചിപ്പിക്കുകയാണ് സജന ചെയ്തിരിക്കുന്നത്. പക്ഷേ നേതൃത്വം തങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന നിലപാടിലാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. വി ഡി സതീശൻ ആ നിലപാട് സ്വീകരിച്ചു. അത് കൃത്യമായ ബോധ്യത്തിൽ നിന്നുള്ള നിലപാടാണ് എന്നത് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ആരൊക്കെ പറഞ്ഞാലും അത് പിന്തിരിപ്പിക്കാൻ കഴിയാത്തതാണ് എന്ന് വി ഡി സതീശൻ പറഞ്ഞതാണ്. പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് വലിയ രീതിയിൽ സൈബർ ആക്രമണം ഉൾപ്പെടെ നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. മറ്റു പലരുടെയും സംരക്ഷണയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശൻ എന്ന ആ ഫാക്ടറിനെ പോലും മറികടന്ന് പാർട്ടിയിൽ സജീവമാകുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇന്നലെ അദ്ദേഹം വിഷയം അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി. അപ്പോൾ ഇന്ന് അദ്ദേഹം കുറച്ചുകൂടി വ്യക്തമായി ഈ വിഷയത്തിൽ പ്രതികരിച്ചു. രാഹുലിനെതിരെ നടപടിയെടുത്തു കഴിഞ്ഞു എന്നതാണ് വി ഡി സതീശന്റെ പ്രതികരണം. ഒരു കാര്യത്തിൽ 2 തവണ നടപടിയെടുക്കാൻ പറ്റുമോ?
എന്ന ഒരു ചോദ്യമാണ് ഇന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളോട് തിരിച്ചു ചോദിച്ചത്. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ, നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? ഇപ്പോൾ ഞങ്ങൾ ഈ വിഷയം ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ നടപടിയെടുത്തു. നിങ്ങൾ നടപടി എടുക്കാത്ത ആളുകളോട് പോയി ചോദിക്കുക എന്തിനാ ഞങ്ങളോട്? എന്താ ഞാൻ ഒറ്റ ചോദ്യത്തിൽ എൻ്റെ മറുപടി ഒറ്റ വാചകമാണ്. ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായി 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റും? അല്ലല്ല, ലെറ്റ് മീ കംപ്ലീറ്റ്. ബഹളം ഉണ്ടാക്കല്ലേ, അത്ര ആവശ്യം കാണിക്കില്ലേ, ബഹളം ഉണ്ടാക്കല്ലേ. ഞാൻ മറുപടി പറയല്ലേ, ഒറ്റ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും എൻ്റെ ഒറ്റ വാചകത്തിലുള്ള മറുപടിയാണ്. നടപടി എടുത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായിട്ട് 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ മറുപടി, ഇനി ഒന്നുമില്ല, നത്തിങ് മോർ. ഇതാണ് പ്രതിപക്ഷ നേതാവിന് പറയാനുള്ളതെങ്കിൽ പാർട്ടി വേദികളിലേക്ക് ഔദ്യോഗികമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആരും ക്ഷണിച്ചിട്ടില്ല എന്നതാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അപ്പോൾ പാർട്ടി നടപടിയെടുത്തു എന്ന് പറയുന്ന വ്യക്തിയെ ഔദ്യോഗികമായി ക്ഷണിച്ചില്ലെങ്കിൽ അവിടേക്ക് വരുന്നത് എന്തിന് എന്ന ഒരു ചോദ്യമുണ്ടല്ലോ. അയാൾക്ക് പിന്നീട് ഈ പൊസിഷനുകൾ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്നു എന്ന ചോദ്യമുണ്ടല്ലോ. പക്ഷെ അതിനൊന്നും നേതാക്കന്മാർക്ക് മറുപടിയില്ല. രാഹുലിനെ സസ്പെൻഡ് ചെയ്തതാണല്ലോ എന്നുകൂടി പറഞ്ഞ് മറുപടി അവസാനിപ്പിക്കുകയാണ് സണ്ണി ജോസഫ് ഇതിൽ ചെയ്തത്. ഞങ്ങളിപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, തിരിച്ചെടുത്തിട്ടില്ല. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. അങ്ങനെ ഒരു കീഴ്വഴക്കം കേരളത്തിലില്ല. അദ്ദേഹത്തിന്റെ നിയമസഭാംഗത്വം റദ്ദ് ചെയ്യാൻ അദ്ദേഹത്തിനെതിരെ കൊടുത്തിരിക്കുന്ന കേസുകളുണ്ട്. ആ കേസുകളൊന്നും അന്വേഷിച്ച് മുന്നോട്ട് വന്നിട്ടില്ലല്ലോ. ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ പേരിൽ സുവമോട്ടോ സ്വന്തം കേസെടുത്തല്ലേ, പരാതിക്കാരില്ലാതെ. ഇതിന്റെ അന്വേഷണം കൂടി വരട്ടെ. പാർട്ടി വേദിയിൽ അദ്ദേഹത്തെ ഔദ്യോഗികമായിട്ട് ഞങ്ങളാരും ക്ഷണിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ ഇന്നലെ ശക്തമായ പ്രതികരണം നടത്തിയത് കെ മുരളീധരനാണ്. ഇനി നടപടിയെടുക്കേണ്ടത് സർക്കാരാണ് എന്നതാണ് കെ മുരളീധരൻ ഇന്നലെ സൂചിപ്പിച്ചത്. സർക്കാർ നടപടിയെടുത്താൽ പാർട്ടി നടപടി ഉണ്ടാകും എന്ന് ഇന്ന് കെ മുരളീധരൻ പറയുകയാണ്. UDFന്റെ ഔദ്യോഗിക പരിപാടികളിൽ രാഹുൽ പങ്കെടുക്കുന്നില്ല, വിവാദം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകില്ല എന്നും കെ മുരളീധരൻ പറയുകയാണ്. ഇതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വിരുദ്ധമായ നിലപാടുകളുണ്ട് എന്നത് നമ്മൾ ഈ പ്രശ്നത്തിന്റെ തുടക്കം മുതൽ തന്നെ കാണുന്നതാണ്. ശക്തമായ നടപടികൾ വേണം, രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റി നിർത്തണം എന്ന് പോലും നിലപാടെടുത്ത നേതാക്കളുണ്ട്. പക്ഷേ ഇപ്പോൾ പലരുടെയും സംരക്ഷണയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ശക്തനായി തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടത്. സർക്കാരാണ് ഇനി ആക്ട് ചെയ്യേണ്ടത് എന്ന് കെ മുരളീധരൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്ന സൂചനയാണ് കെ മുരളീധരൻ ഇന്നും നൽകിയത്. UDFന്റെ പ്രചാരണ രംഗത്ത് സജീവമാണ്. ഇല്ല, പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ഒരു ഔദ്യോഗിക പരിപാടികളിലും സസ്പെൻഡ് ചെയ്ത MLA പങ്കെടുപ്പിക്കും. അക്കാര്യം വളരെ ക്ലിയറാണ് പാർട്ടിയുടെ സ്റ്റാൻഡ്. തുടർന്നുള്ള കാര്യങ്ങൾ പാർട്ടി പരിശോധിച്ച് ഉചിതമായിട്ടുള്ള സമയത്ത് നിലപാട് ചെയ്യും. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ ഉയർന്ന ഈ ആരോപണം വലിയ തരത്തിലേക്ക് തിരിച്ചടിയാവുമെന്ന് കരുതുന്നുണ്ടോ UDF? ഒരു കാരണവശാലും ഞങ്ങൾക്ക് തിരിച്ചടിയാവില്ല. കാരണം ആക്ഷൻ എടുക്കേണ്ട ഗവൺമെന്റാണ്. ഗവൺമെന്റ് ആക്ഷൻ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ശക്തമായിട്ട് ഗവൺമെന്റ് ആക്ഷൻ എടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ നിലവിലുള്ള നിലപാട് ഞങ്ങളും ഘടിപ്പിക്കും. ഇപ്പോൾ സസ്പെൻഷനാണെങ്കിൽ പാർട്ടിയുടെ നടപടി പുറത്താക്കലിലേക്ക് അവസാനിക്കും. പുറമേക്ക് നടപടിയെടുത്തു എന്ന് പറയുന്നു. പക്ഷേ പാർട്ടി വേദികളിലും മറ്റിടങ്ങളിലുമൊക്കെ സജീവ സാന്നിധ്യമായി രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. എല്ലാ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നുണ്ട്. പാർട്ടിയെ ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുന്നിൽ നിന്ന് നയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് പറയാം. ആ തരത്തിൽ നടപടിയെടുത്ത വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പാർട്ടി നടപടിയെടുത്താൽ എങ്ങനെയായിരിക്കും കാര്യങ്ങളെന്ന് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് നടപടിയെടുത്തു എന്ന് പറയുകയും ഈ വിധത്തിലുള്ള സ്വീകരണം ലഭിക്കുകയും ഈ വിധത്തിൽ അക്കൊമഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് എന്താണ് എന്ന സ്വാഭാവികമായ ചോദ്യം അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകില്ല എന്ന് നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചാലും എങ്ങനെയാകും എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്ന സാഹചര്യമാണ്. ഇവിടെ ഈ സാഹചര്യം രാഷ്ട്രീയമായി കൂടി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്നത് നമ്മൾ കാണണം. ഇന്നലെ
വി ശിവൻകുട്ടി, മന്ത്രി വി ശിവൻകുട്ടിയൊക്കെ അതിശക്തമായി ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയതാണ്. സ്ത്രീത്വത്തോടുള്ള വെല്ലുവിളിയാണ് കോൺഗ്രസ് നടത്തുന്നത് ഈ വിഷയത്തിൽ എന്നതാണ് മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുള്ളത്. കോൺഗ്രസിന് ഈ വിഷയത്തിലുള്ള ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുക എന്നതാണ് LDF ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ വിധത്തിൽ ആരോപണ വിധേയനായ വ്യക്തിയെ മാറ്റി നിർത്തി എന്ന് പറയുകയും ഇരട്ടത്താപ്പ് കാണിച്ചുകൊണ്ട് അയാളെ എല്ലായിടത്തും വലിയ സ്വീകാര്യനായി ക്ഷണിച്ചു വരുത്തുകയുമാണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്നതാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ തുറന്നു കാട്ടാൻ പോകുന്ന കാര്യം. ഇപ്പോൾ കോൺഗ്രസ് കാട്ടുന്നത് വെറും നാടകം ആണ് എന്ന് അവർ കുറ്റപ്പെടുത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറയാതെ കോൺഗ്രസ് സംരക്ഷിക്കുകയാണ് എന്ന വിമർശനം ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉയർത്തിയത് അതിന്റെ ഭാഗമാണ്. പരാതി കിട്ടിയാൽ രാഹുൽ അകത്ത് കിടക്കും എന്നതാണ് MV ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതിന് മുമ്പേയുള്ള പ്രശ്നമല്ലേ, അതിപ്പോഴും തുടരുകയാണ്. അതിന്റെ ഓരോ വിവരങ്ങളും പുറത്തു വരികയാണ്. ഇനിയും പുതിയ പുതിയ വിവരങ്ങൾ വരും. അവര് ഈ കാര്യം സംബന്ധിച്ചിടത്തോളം ആക്ഷേപം നൽകിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ജയിലിൽ പോകാതിരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അപേക്ഷ നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ പരാതി കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കും. കോൺഗ്രസിന്റെ നിലപാടാണല്ലോ, ഒരിക്കലും ആരെയും തള്ളി പറയാറില്ല. ഇവരെല്ലാം സംരക്ഷിക്കുക. അപ്പോ രാഹുലിന് സംരക്ഷണ കവചം ഒരുക്കുന്നു കോൺഗ്രസ് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒരു പരാതി ആര് തന്നാലും അതിൽ അന്വേഷണം ഉണ്ടാകും, രാഹുൽ ജയിലിലാകും എന്നതാണ് MV ഗോവിന്ദൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനി ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി പരാതി നൽകുമോ ഇല്ലയോ എന്നുള്ളതാണ്. പെൺകുട്ടിയുടെ പരാതി നൽകിയാൽ മാത്രമേ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നൊരു സാഹചര്യമുണ്ട്. ഈ അന്വേഷണം തുടങ്ങി പരാതിക്കാരിയിൽ വരെ അന്വേഷണ സംഘം എത്തിയെങ്കിലും പരാതി നൽകാൻ പെൺകുട്ടി തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ആ അന്വേഷണം പാതി വഴിയിൽ നിന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പെൺകുട്ടി പരാതി നൽകാൻ തീരുമാനമെടുത്തിരിക്കുന്നു. അത് ഉടനെ ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. പരാതി ഉണ്ടായാൽ അതിൽ നടപടി ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് എന്ന കാര്യം MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിക്കുന്നുണ്ട്. അന്വേഷണ സംഘത്തിന് സ്വാഭാവികമായും മുന്നോട്ട് പോകാൻ കഴിയും. നിർബന്ധിത ഗർഭഛിദ്രം ഉൾപ്പെടെയുള്ള സംഭവങ്ങളുടെ തെളിവുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ കൃത്യമായും ആക്ഷൻ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായാൽ അത് വലിയ രീതിയിൽ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയിപ്പോൾ അത് ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ആരോപണ വിധേയനായ വ്യക്തിയെ സംരക്ഷിക്കുന്നു നേതൃത്വം എന്ന ഒരു തോന്നലാണ് ഇപ്പോഴുള്ളത്. പ്രധാനമായും ഷാഫി പറമ്പിലും KC വേണുഗോപാലുമാണ് സംരക്ഷണ കവചം ഒരുക്കുന്നത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലും അതിനൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. എതിർപ്പുള്ള നേതാക്കൾ ഉണ്ടാകുമ്പോൾ പോലും വലിയ സംരക്ഷണം രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുന്നു. അത് കോൺഗ്രസിലെ മറ്റ് ഗ്രൂപ്പ് പോരുമായി ബന്ധപ്പെട്ടുകൂടി ഉള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആ ശക്തരുടെ സംരക്ഷണത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിക്കാത്ത വേദികളിലെല്ലാം പ്രധാനിയായി എത്തുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യത്തെ കോൺഗ്രസ് എങ്ങനെ മറികടക്കും എന്നതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടുന്നത്. പരാതി ഉണ്ടായാലും ഇല്ലെങ്കിലും രാഹുലിനെ ഒപ്പം കൂട്ടുന്നത് തിരിച്ചടിയാകില്ലേ എന്നൊരു ചോദ്യം ഇപ്പോൾ തന്നെയുണ്ട്. എങ്ങനെ അത് സ്ത്രീ സമൂഹത്തോട് കോൺഗ്രസിന് വിശദീകരിക്കാനാകും എന്നൊരു ചോദ്യമുണ്ട്. പകുതി വോട്ടർമാർ സ്ത്രീകളാണ് നമ്മുടെ നാട്ടിൽ എന്ന കാര്യം നമ്മൾ ഓർക്കണം. മത്സരിക്കുന്ന സ്ത്രീകൾ പകുതി പേരും സ്ത്രീകളാണ്. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് അങ്ങനെ കൂടി ഒരു പ്രത്യേകതയുള്ള കാര്യം നമ്മൾ ഓർക്കണം. അവിടെയാണ് ഈ രീതിയിൽ ആരോപണ വിധേയനായ വ്യക്തിയെ മുന്നിൽ നിർത്തി കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അത് എന്താകും അതിന്റെ ഫലം എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അത് നേതൃത്വത്തിനുള്ള പാഠമാകുമോ എന്നതുകൂടി അതിന്റെ റിസൾട്ട് വരുമ്പോൾ മനസ്സിലാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം പൂർണ്ണമായും വ്യക്തമായത് ഇന്നലെയാണ്. അതോടുകൂടി ഇപ്പോൾ പലരും പല വിമതരെയും പിൻവലിക്കാനായിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും വിമത ഭീഷണി എല്ലാ മുന്നണികൾക്കും ഉണ്ട് എന്ന ഒരു കാര്യം കൂടി വ്യക്തമായിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സെമി ഫൈനൽ എന്ന് കണക്കാക്കുന്ന തെരഞ്ഞെടുപ്പാണ്. എന്താണ് നമ്മുടെ സംസ്ഥാനത്തെ
രാഷ്ട്രീയ ചിത്രം ഇപ്പോഴത്തേത് എന്നത് വ്യക്തമാകുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. നിയമസഭാ മണ്ഡലങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ ഒരു കണക്കെടുപ്പ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നടത്താൻ കഴിയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ സാധ്യമാകുന്ന കാര്യമാണ്. അതിന്റെ ഒരു സൂചകം തന്നെയായിട്ടായിരിക്കും ഈ ഫലം കണക്കാക്കുക. അപ്പോൾ അത്രമേൽ പ്രാധാന്യം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഉണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ വിമതരെ ഒഴിവാക്കാൻ ഉള്ള, വിമതരെ പിന്തിരിപ്പിക്കാനുള്ള സർവ്വ തരത്തിലുള്ള പ്രവർത്തികളും എല്ലാ മുന്നണികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ ചിത്രം വരുമ്പോഴും എല്ലാ മുന്നണികൾക്കും ഭീഷണിയായി വിമതർ രംഗത്ത് ഉണ്ട് എന്നതാണ് സാഹചര്യം. ഒന്നാം ഘട്ടം 9-നും രണ്ടാം ഘട്ടം 11-നും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. വർദ്ധിച്ച വീര്യത്തോടെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക്, പ്രചരണ രംഗത്തേക്ക് സ്ഥാനാർത്ഥികളെല്ലാം എത്തിക്കഴിഞ്ഞ സാഹചര്യമാണ് സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യത്തിലും എല്ലാവരുടെയും ചങ്കിടിപ്പ് കൂട്ടുന്നത് ഈ വിമതർ എത്ര വോട്ട് പിടിക്കും, അങ്ങനെയാണെങ്കിൽ ഫലത്തിൽ എന്ത് മാറ്റിമറിച്ചിലുകൾ സംഭവിക്കും എന്നതാണ് ഓരോ സ്ഥാനാർത്ഥികളെയും ഇപ്പോൾ ആശങ്കയിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ വിമത സ്ഥാനാർത്ഥികൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് നില ഉറപ്പിച്ചിരിക്കുന്നത്, അത് മുന്നണികളുടെ ജയപരാജയങ്ങളെ എങ്ങനെയൊക്കെ സ്വാധീനിക്കും എന്ന ആശങ്ക പ്രധാനമായുമുണ്ട്. ഒരു വിലയിരുത്തൽ പോലും നടത്താൻ പറ്റാത്ത തരത്തിൽ വിമതർ പലയിടങ്ങളിലും സാന്നിധ്യമായിരിക്കുകയാണ്. 14 ജില്ലകളിലായി ഏതാണ്ട് 456 വിമതരാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് മത്സര രംഗത്തുള്ളത്. 14 ജില്ലകളിൽ 456 വിമതർ നിലയുറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ മത്സര ഫലം നിർണ്ണയിക്കുന്നതിലെ ഒരു പ്രധാന ഘടകമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും കൂടുതൽ വിമതർ ഉള്ളത് പാലക്കാടാണ്. 69 വിമതർ പാലക്കാട് മാത്രമുണ്ട്. മുന്നണികളിൽ ഏറ്റവും കൂടുതൽ വിമത ശല്യം നേരിടുന്നത് UDF തന്നെയാണ്. 267 വിമതരാണ് ഈ 14 ജില്ലകളിലായി UDFനെതിരെ നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നത് കാണണം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകൾ, അവിടങ്ങളിൽ അതിരൂക്ഷമാണ് വിമതശല്യം. അതിൽ ഏറ്റവും രൂക്ഷമായി വിമതശല്യം ഉള്ളത് പാലക്കാടാണ്. തിരുവനന്തപുരം, ആലപ്പുഴ എന്നീ ജില്ലകളിലെയാണ് ഈ വിമതശല്യം ഏറ്റവും രൂക്ഷമായി ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ജില്ല തിരിച്ചുള്ള കണക്കുകൾ തന്നെ നോക്കിയാൽ തിരുവനന്തപുരത്ത് LDFന് ഭീഷണിയായി 22 വിമതരാണുള്ളത്. UDFന് ഭീഷണിയായി 39 പേർ. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഏറ്റവും ആദ്യം തിരുവനന്തപുരത്ത് ഒരുക്കം തുടങ്ങിയത് UDF ആണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെ നടത്തി പതിവിലും വേഗത്തിൽ UDF രംഗത്തിറങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. KS ശബരിനാഥനെ പോലെ MLA ആയിരുന്ന ഒരു വ്യക്തിയെ ഇറക്കി മത്സരത്തിൽ ആദ്യം തന്നെ കളം പിടിക്കുന്ന UDFനെയാണ് നമ്മൾ കണ്ടത്. ആ മുന്നൊരുക്കങ്ങൾ നടത്തിയ UDFനാണ് 39 ഇടത്ത് തിരുവനന്തപുരത്ത് വിമതർ ഭീഷണി ഉയർത്തുന്നത് എന്ന് നമ്മൾ കാണണം. NDAക്ക് 7 വിമത സ്ഥാനാർത്ഥികൾ. NDA സംബന്ധിച്ച് അവർ പ്രതീക്ഷ പുലർത്തുന്ന കോർപ്പറേഷൻ ഉൾപ്പെടെ ഉള്ള ഇടമാണ് തിരുവനന്തപുരം. അവിടെ 7 ഇടത്ത് NDAക്ക് ഭീഷണിയായി വിമതരുണ്ട്. കൊല്ലത്ത് LDFന് 13 വിമതർ, UDFന് 19 വിമതർ. NDAക്ക് തൽക്കാലം എന്തായാലും കൊല്ലത്ത് ഭീഷണിയില്ല. ആലപ്പുഴയിലേക്ക് വന്നാൽ LDFന് 34 ഇടത്താണ് വിമത ഭീഷണിയുള്ളത്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിമതർ വെല്ലുവിളി ഉയർത്തുന്നത് LDFന് തന്നെയാണ്. UDFനെ സംബന്ധിച്ച് 19 ഇടത്ത് വിമതർ ഭീഷണിയാണ്. ക്ഷമിക്കണം, UDFനെ സംബന്ധിച്ച് 26 ഇടത്താണ് ആലപ്പുഴയിൽ വിമത ഭീഷണിയുള്ളത്. പത്തനംതിട്ടയിലേക്ക് വന്നാൽ LDFന് 6, UDFന് 8, NDAക്ക് 1 എന്നതാണ് അവിടുത്തെ വിമതരുടെ നില. കോട്ടയത്ത് LDFന് 13, UDFന് 21, NDAക്ക് 7. NDAയെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ വിമത പ്രശ്നം നിലനിൽക്കുന്നത് പത്തനംതിട്ടയിലാണ് എന്ന് നമുക്ക് പറയാം. ക്ഷമിക്കണം, കോട്ടയത്താണ് എന്ന് പറയാം. കോട്ടയത്താണ് NDAക്ക് 7 പേർ വിമതരായിട്ടുള്ളത്. ഇടുക്കിയിൽ LDFനെ സംബന്ധിച്ച് വിമത ഭീഷണി ഇടുക്കിയിലില്ല. UDFന് 7 പേർ, അവിടെ 7 ഇടത്ത് വിമതർ നിലയുറപ്പിച്ചിട്ടുണ്ട്. NDAയെ സംബന്ധിച്ചും ഇടുക്കി സേഫാണ്, വിമത ശല്യമില്ല എന്ന് പറയാം. എറണാകുളത്ത് LDFന് 3 ഇടത്ത്, UDFന് 23 ഇടത്താണ് വിമതർ ഭീഷണിയാകുന്നത്. NDAക്ക് ഒരു വിമത ഭീഷണി. തൃശൂരിൽ LDF 15, UDF 28, NDA 2 എന്നതാണ്. തൃശൂരിലും UDFന് വെല്ലുവിളി ഉയർത്തുന്നത് വിമതരാണ്. പാലക്കാട്
ആണ് LDFനെ സംബന്ധിച്ച് വിമതർ ഏറ്റവും കൂടുതൽ ഭീഷണിയാകുന്നത് പാലക്കാടാണ്. പാലക്കാട് 41 LDFന് വിമത ഭീഷണിയുള്ളത്. UDFന് 27 NDAക്ക് 1 മലപ്പുറത്ത് LDFന് 8 UDFന് 9 എന്നതാണ് നില. കോഴിക്കോട് UDFന് 5 വിമത ഭീഷണി. വയനാട് LDFന് വിമത ഭീഷണി ഇല്ല. UDFനെ സംബന്ധിച്ച് 12 വിമതർ. കണ്ണൂരിൽ LDFന് 4 UDFന് 30 വിമത ഭീഷണി. കാസർഗോഡ് LDFന് 5 UDFന് 13 NDAക്ക് 4 എന്നിങ്ങനെയാണ്. എന്തായാലും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള കോർപ്പറേഷനിലെ സാഹചര്യം നോക്കിയാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFനും UDFനും വലിയ വെല്ലുവിളിയാണ് ഈ വിമതരുടെ നില എന്ന് നമുക്ക് കാണാം. ഈ ഉള്ളൂർ, വാഴോട്ടുകോണം, ചെമ്പഴന്തി, കാച്ചാണി, വിഴിഞ്ഞം വാർഡുകളിൽ LDFന് വിമതർ ഭീഷണിയാകുന്നുണ്ട്. UDFന് പൗണ്ടുകടവ്, ഉള്ളൂർ, കഴക്കൂട്ടം, കുഞ്ചക്കരി, വിഴിഞ്ഞം എന്നിവിടങ്ങളിലാണ് വിമത ശല്യം രൂക്ഷമായിട്ടുള്ളത്. അതാണ് തിരുവനന്തപുരത്തെ സാഹചര്യമെങ്കിൽ പാലക്കാട്, മണ്ണാർക്കാട് LDFന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നത് PK ശശിയുടെ അനുയായികൾ CPMനെതിരെ മത്സരത്തിന് വരുന്നതാണ്. സംസ്ഥാനത്ത് പാലക്കാടാണ് LDFന് ഏറ്റവും വിമത ശല്യമുള്ളത്. അത് PK ശശി ഫാക്ടറാണ് അവിടെ പ്രശ്നമുണ്ടാക്കുന്നത് എന്നത് മനസ്സിലാകും. മണ്ണാർക്കാട് നഗരസഭയിലെ 10 വാർഡുകളിലും സമീപ പ്രദേശങ്ങളിലെ 3 പഞ്ചായത്തുകളിലും വിമതരായി മത്സരരംഗത്തുള്ള ശശി അനുകൂലികൾ CPMന്റെ പരാജയം തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് എന്നത് നമുക്ക് കാണാം. അപ്പോൾ ആ രീതിയിൽ ഒരു ശക്തി പ്രകടനമാണ് PK ശശി ഉദ്ദേശിക്കുന്നത്. ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ടുവെങ്കിലും KTDC ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നുണ്ട് ശശി. അവിടെ ആ സ്ഥാനത്ത് തുടർന്നുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടിക്ക് ഈ രീതിയിലൊരു ഭീഷണി ഉയർത്തുന്നത്. വിമതർക്കെതിരെ മറ്റിടങ്ങളിൽ നടപടിയെടുത്ത CPM ശശിക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകുമോ ഇല്ലയോ എന്നതുകൂടി നമ്മൾ കാത്തിരുന്ന് കാണണം. എന്തായാലും അവിടെ നടപടിക്ക് പോലും മടിച്ച് നിൽക്കുന്നു CPM എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കൊച്ചി കോർപ്പറേഷനിലേക്ക് വന്നാൽ കൊച്ചി കോർപ്പറേഷൻ തിരിച്ചുപിടിക്കാനാണ് UDF ഇറങ്ങുന്നത്. പക്ഷേ UDFന് ഏറ്റവും കൂടുതൽ വിമത ശല്യമുള്ള ഇടങ്ങളിലൊന്നാണ് എറണാകുളം എന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. കോൺഗ്രസിലെ 13 റിബൽ സ്ഥാനാർത്ഥികൾ അവർക്ക് ഈ കോർപ്പറേഷൻ പിടിക്കുന്നതിൽ തന്നെ വെല്ലുവിളി ഉയർത്തുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. മുൻ ഡെപ്യൂട്ടി മേയർ മുതൽ കോൺഗ്രസ് മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ വരെ വിമതരായി രംഗത്തെത്തുന്ന സാഹചര്യമാണ് എറണാകുളത്തെ സംബന്ധിച്ച് ഉള്ളത്. കോൺഗ്രസിന് കൂടിയാലോചനകളില്ലാതെ നടത്തിയ സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രതിഷേധമാണ് ഈ എറണാകുളത്ത് പ്രധാനമായും പ്രതിഫലിക്കുന്നത്. കൊച്ചി കോർപ്പറേഷൻ തിരിച്ചുപിടിക്കുക എന്നതാണ് UDFന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് പോലും വെല്ലുവിളി ഉയർത്തുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ അവിടുത്തെ വിമത സ്ഥാനാർത്ഥികളുടെ എണ്ണം എത്തി നിൽക്കുന്നത് എന്ന സാഹചര്യം കാണണം. എന്തായാലും വളരെയധികം കൂടിയാലോചനകളും നേരത്തെയുള്ള ഇടപെടലുകളുമൊക്കെ ഇത്തവണ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ്. UDFനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് അത്തരം ഇടപെടലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷവും ഇപ്പോഴും വിമതർ രംഗത്തുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു പൊതു സ്വഭാവം തന്നെ ഇങ്ങനെയാണ് എന്നത് നമുക്ക് കാലങ്ങളായിട്ടുള്ള സാഹചര്യങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. വളരെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ ഇതിന് വഴിവെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നത് നമുക്ക് കാണാം. എന്തായാലും വിമതരായി നിൽക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുകയാണ് K മുരളീധരൻ. അവരെല്ലാം പുറത്താക്കും പാർട്ടി എന്നതാണ് K മുരളീധരൻ സൂചിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പുകൾ എന്നറിയാം. ആ ഘട്ടത്തിൽ വിമതരായി നിൽക്കുന്നവരോട് യാതൊരു തരത്തിലും അനുകമ്പ കാണിക്കില്ല എന്ന സൂചനയാണ് K മുരളീധരൻ നൽകുന്നത്. വൈകുന്നേരം 3 മണി കഴിഞ്ഞപ്പോ വിവരം പറയണ്ട, ഔദ്യോഗിക സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അവർക്കെതിരെ മത്സരിക്കുന്നവരെ പാർട്ടി പുറത്താക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ നോമിനേഷൻ ഡേറ്റ്. അപ്പോൾ ഇന്നു മുതൽ പാർട്ടിയുടെ ഭാഗത്ത് നടപടികളുണ്ടാവും. എന്തായാലും ശക്തമായ നടപടി ഉണ്ടാകുമെന്നതാണ് K മുരളീധരൻ പറയുന്നത്. എന്തായാലും പലയിടത്തും പല തവണ ഈ വിമതരൊക്കെ മത്സരിച്ച് കഴിവ് തെളിയിച്ചിട്ടുണ്ട്, അവരുടെ ശക്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് പിണക്കം മാറ്റിവെച്ച് പാർട്ടികൾക്ക് അവരുടെ പിറകെ പോകേണ്ടി വരുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും ഭരണം നിർണ്ണയിക്കുന്നതിൽ പോലും വിമതർ പ്രധാനികളാകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് വിമതർ കാത്തുവെച്ചിരിക്കുന്നതെന്ന് അറിയാൻ നമുക്ക് ഫലം വരുന്ന ദിവസം വരെ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഇപ്പോൾ വലിയ ഭീഷണിയാണ് മുന്നണികൾക്ക് വിമതർ ഉയർത്തുന്നത്. നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് വരാം, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. പാകിസ്ഥാനിൽ ഇന്നലെ പാകിസ്ഥാന്റെ ഏറ്റവും സുരക്ഷിതമായ ഒരു മേഖലയിൽ കടന്നു കയറി ചാവേറുകൾ
ബോംബാക്രമണം നടത്തിയത് നമ്മൾ കണ്ടതാണ്. ഇന്ന് അതിനുള്ള തിരിച്ചടി പാകിസ്ഥാൻ അഫ്ഗാന്റെ മണ്ണിൽ നടത്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ 10ഓളം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറത്തുവരുന്നത്. അഫ്ഗാൻ താലിബാനാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു വീട് ലക്ഷ്യമിട്ടാണ് വ്യോമാക്രമണം നടന്നതെന്നും ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ ഉള്ള കുട്ടികൾ ഇതിൽ കൊല്ലപ്പെട്ടു എന്നതുമാണ് വരുന്നത്. രാത്രി 12 മണിക്കാണ് ആ മനുഷ്യർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഈ ആക്രമണം ഉണ്ടായത് എന്നതാണ് പുറത്തുവരുന്ന വിവരം. ഖോസ്റ്റ് പ്രവിശ്യയിലാണ് ഇത്തരമൊരു ആക്രമണം പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ ദിവസം നടന്ന ബോംബാക്രമണത്തിനുള്ള ഒരു തിരിച്ചടി എന്ന നിലയിലാണ് ഈ ആക്രമണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. 4 സാധാരണക്കാരായ മനുഷ്യർക്ക് പരിക്കേറ്റിട്ടുണ്ട്. താലിബാൻ വക്താവ് സബീബുള്ള മുജാഹിദാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഖോസ്റ്റ് പ്രവിശ്യയിലെ ഗബ്സോവോ ജില്ലയിൽ പാക് സേന ഒരു സാധാരണക്കാരന്റെ വീടിന് നേരെ ബോംബാക്രമണം നടത്തിയെന്നതാണ് ഇപ്പോൾ അഫ്ഗാൻ താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു വീട് ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം നടന്നത്. വ്യോമാക്രമണമാണ് നടന്നത്. അതിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടു എന്നതാണ് മനസ്സിലാകുന്നത്. 10 പേരുടെ മരണം അഫ്ഗാൻ സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൽ വീട് കേന്ദ്രീകരിച്ച് രാത്രി ഉറങ്ങിക്കിടന്ന മനുഷ്യരെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം എന്നതാണ് പറയുന്നത്. 9 കുട്ടികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. അതായത് 5 ആൺകുട്ടികളും 4 പെൺകുട്ടികളും ഉൾപ്പെടെ 9 പേർ കുട്ടികളാണ്. ഈ മരിച്ച 10 പേരിൽ 9 പേർ കുട്ടികളാണ് എന്ന് പറയുന്നു. 4 സാധാരണ മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അത് ഈ കുട്ടികൾ കൂടാതെ 4 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ്. അതിൽ വ്യക്തത വരണം. എന്തായാലും 10 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ മിക്കതും കുട്ടികളാണ് എന്ന വിവരമാണ് വരുന്നത്. അങ്ങേയറ്റം ദുഃഖകരമായ കാര്യമാണ്. 5 ആൺകുട്ടികളും 4 പെൺകുട്ടികളും ഇതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത. അഫ്ഗാൻ താലിബാൻ ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഇത് തീർച്ചയായും പാകിസ്ഥാനെ നടുക്കിയ കഴിഞ്ഞ ദിവസത്തെ ഭീകരാക്രമണത്തിനുള്ള തിരിച്ചടി എന്നതാണ് അഫ്ഗാൻ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഖൈബർ പഖ്തൂൺഖ മേഖലയിലാണ് പെഷവാറിൽ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. അത് ഫ്രോണ്ടിയർ കോൺസ്റ്റാബുലറി ആസ്ഥാനത്താണ്. അതീവ സുരക്ഷാ മേഖലയിൽ അർദ്ധസൈനിക വിഭാഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്നലെ പാകിസ്ഥാനിൽ ഈ ചാവേർ ആക്രമണം ഉണ്ടാകുന്നത്. 3 ചാവേറുകളാണ് സ്ഫോടക വസ്തുക്കളുമായി എത്തിയത്. ഒരാൾ ആദ്യം തന്നെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരെ മറികടന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ അവിടെ വെച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അങ്ങനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കൊല്ലപ്പെടുന്നു. വലിയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ ചാവേർ എത്തിയത്. അകത്ത് പരേഡ് നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുകയായിരുന്നു ഭീകരരുടെ ലക്ഷ്യം. പക്ഷേ അത് സുരക്ഷാ സേനയ്ക്ക് തകർക്കാൻ ആയി. ആ വിഷയത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമൊക്കെ സൈന്യത്തെ അഭിനന്ദിക്കുന്നതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ തിരിച്ചടി ഉണ്ടാകും എന്നത് ഇന്നലെ പാകിസ്ഥാൻ സൂചിപ്പിച്ചിരുന്നു. ഈ കുറ്റക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് പാകിസ്ഥാൻ പറഞ്ഞിരുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമൊക്കെ അക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. പക്ഷേ ഇപ്പോൾ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയല്ല പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത്. പകരം ആക്രമണം നടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ആ ആക്രമണം നടത്തിയത് സാധാരണക്കാരായ മനുഷ്യർക്കെതിരെയാണ്, പിഞ്ചു കുഞ്ഞുങ്ങൾക്കെതിരെയാണ് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇതിൽ സൈനിക ആസ്ഥാനത്ത് ആക്രമണമുണ്ടാകുമ്പോൾ അതിൽ ഭീകരർക്ക് തിരിച്ചടി കൊടുക്കുക എന്നത് നമുക്കറിയാം. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യ പാകിസ്ഥാന് അത്തരം മറുപടി നൽകിയിരുന്നതാണ്. എങ്ങനെയാണ് ഇന്ത്യ ആ വിഷയത്തിൽ തിരിച്ചടിച്ചത്? ഭീകരരുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകിയത്. അത് ഇന്ത്യൻ സൈന്യം ആവർത്തിച്ച് തെളിവുകളിലൂടെ വ്യക്തമാക്കിയതാണ്. അത് ഭീകരരുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണമായിരുന്നു. ആ രീതിയിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നടത്തിയത്. അത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അഫ്ഗാൻ മേഖലയിൽ ഒരു വീട് ലക്ഷ്യമാക്കിയുള്ള ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ മരിച്ചതിൽ ഏതാണ്ട് 10 പേർ മരിച്ചതിൽ 9 പേരും കുട്ടികളാണ് എന്ന് വരുമ്പോൾ പാകിസ്ഥാൻ യുദ്ധം ചെയ്യുന്നത് ആരോടാണ് എന്ന ഒരു ചോദ്യം ഉയരുകയാണ്. എന്തായാലും ഇതിന്റെ ഉത്തരവാദിത്തം പാകിസ്ഥാൻ ഏറ്റെടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്ന ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു ഏറ്റെടുക്കലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അഫ്ഗാൻ ഇത് പാകിസ്ഥാനാണ് ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു.
അത് വീട് ലക്ഷ്യമാക്കി രാത്രി ഉറങ്ങിക്കിടന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മേൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു എന്ന നിലയിലാണ് ഇപ്പോൾ ഈ വാർത്തകൾ പുറത്തു വരുന്നത്. പാകിസ്ഥാന്റെ യാതൊരു പ്രതികരണവും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടില്ല എന്നതാണ് സാഹചര്യം. നമുക്കറിയാം, അഫ്ഗാൻ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിക്കൊണ്ടിരുന്ന സമയമാണ്. നേരത്തെ ഈ അതിർത്തി പ്രശ്നങ്ങളിലൊക്കെ വലിയ ഏറ്റുമുട്ടൽ ഉണ്ടായതാണ്. 70ഓളം സൈനികരെ വധിച്ചു എന്നതുൾപ്പെടെയുള്ള വാർത്തകൾ പുറത്തു വന്ന സാഹചര്യമൊക്കെ നമുക്കറിയാം. ആ വിഷയത്തിൽ ഒരു പ്രശ്നപരിഹാരത്തിലേക്കും കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. അവിടെ ഒരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഘട്ടത്തിലാണിപ്പോൾ ഈ ഭീകരാക്രമണത്തിന് തിരിച്ചടി എന്ന നിലയിൽ ഇങ്ങനെ ഒരു ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മേഖലയെ കൂടുതൽ കലുഷിതമാക്കും ഈ വിഷയം എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിന് ഇനിയും നേരത്തെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി പാകിസ്ഥാനിൽ ഭീകരാക്രമണങ്ങൾ തുടർക്കഥയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന് ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകും എന്നതിൻ്റെ സൂചനകൾ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിൽ 2 നടുക്കുന്ന സംഭവങ്ങളാണ് അടുത്തടുത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ മാസമാണ് ഇസ്ലാമാബാദിൽ കോടതിക്ക് മുന്നിൽ ചാവേർ പൊട്ടിത്തെറിച്ച് 12 പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനമുണ്ടാകുന്നത്. നവംബർ 11-ന്. അതിനുശേഷമാണ് ഇന്നലെ അർദ്ധസൈനിക വിഭാഗത്തിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ചാവേറുകൾ എത്തിയത്. അതിന് പിന്നാലെ ഇപ്പോൾ പാകിസ്ഥാൻ തിരിച്ചടിച്ചിരിക്കുന്നത് സാധാരണ ജനങ്ങളോടാണ് എന്ന് വരുന്നു. അപ്പോൾ ഈ ആക്രമണങ്ങൾ തുടരും, മേഖല കൂടുതൽ അശാന്തമാകും എന്നതിന്റെ സൂചനകളാണ് അവിടെ നിന്ന് വരുന്നത്. പാകിസ്ഥാൻ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുമില്ല. അയോധ്യയിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുകയുണ്ടായി. രാമക്ഷേത്രത്തിൽ ധ്വജാരോഹണ ചടങ്ങ് പ്രധാനമന്ത്രി നിർവഹിച്ചിരുന്നു. 191 അടി ഉയരത്തിലാണ് ഈ പതാക സ്ഥാപിച്ചത്. ഗോപുരത്തിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാവിക്കൊടിയാണ് അവിടെ അയോധ്യയിൽ ആ ഗോപുരത്തിന് മുകളിൽ ഉയർത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി തന്നെ അതിന് നേതൃത്വം വഹിച്ചിരിക്കുന്നു. നേരത്തെ റോഡ് ഷോ ഉൾപ്പെടെ നടത്തിയാണ് പ്രധാനമന്ത്രി അയോധ്യയിലേക്ക് എത്തിയത്. ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തി പ്രധാനമന്ത്രി. ആരതി ഒഴിഞ്ഞ ശേഷമാണ് ഈ ധ്വജാരോഹണ ചടങ്ങുകൾക്കായി പ്രധാനമന്ത്രി അവിടെ എത്തിയത്. നൂറ്റാണ്ടുകളായുള്ള മുറിവാണ് ഉണങ്ങിയിരിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ധർമ്മ പതാക കേവലം ഒരു പതാകയല്ല, അത് ഭാരതീയ നാഗരികതയുടെ നവോത്ഥാനത്തിൻ്റെയൊക്കെ പ്രതീകമാണ് എന്നതാണ് പ്രധാനമന്ത്രി അവകാശപ്പെട്ടത്. അയോധ്യ നഗരം ഇന്ത്യയുടെ സാംസ്കാരിക ബോധത്തിൻ്റെ മറ്റൊരു ഉന്നതിക്ക് സാക്ഷ്യം വഹിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം 2047 രാജ്യം സ്വാതന്ത്ര്യത്തിന് 100-ാം വർഷം ആഘോഷിക്കുമ്പോൾ നാം ഒരു വികസിത രാഷ്ട്രമാകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുണ്ട്. വർത്തമാനത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർ ഭാവി തലമുറയുടെ അനീതിയാണ് ചെയ്യുന്നത്. നമ്മൾ ഇല്ലാതിരുന്നപ്പോഴും ഈ രാജ്യം നിലനിന്നു, നമ്മൾ പോയാലും അത് നിലനിൽക്കും. ഇന്ത്യ ഒരു ചൈതന്യമുള്ള സമൂഹമാണെന്നും വരും ദശകങ്ങളെയും നൂറ്റാണ്ടുകളെയും മനസ്സിൽ കണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് എന്നുമാണ് പ്രധാനമന്ത്രി അവിടെ പറഞ്ഞത്. നമുക്കറിയാം, ഈ ചടങ്ങ് അയോധ്യയിൽ നടക്കുന്ന ഈ ചടങ്ങ് റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ പ്രതിനിധി രഞ്ജിത്ത് രാമചന്ദ്രനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. രഞ്ജിത്ത് അവിടെ നിന്ന് നമ്മുടെ നേരം വൈകുന്നേരത്തിന് വേണ്ടി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം തിരിച്ചെത്താം. ധ്വജാരോഹണത്തിന് ശേഷം ഇപ്പോൾ അയോധ്യ ഇപ്പോൾ ഭക്തർക്കായി വീണ്ടും തുറന്നു കൊടുത്തു കഴിഞ്ഞു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോഴും ആ തുറന്നു കൊടുത്തതിന് ശേഷം ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് അങ്ങോട്ടേക്ക് പ്രവഹിക്കുന്നത്. ആ സമയം മുതൽ തന്നെ ഏതാണ്ട് രാവിലെ മുതൽ ഒരു 2-3 മണി വരെ വലിയ റെസ്ട്രിക്ഷൻസ് ആയിരുന്നു അകത്തേക്കുള്ള പ്രവേശനത്തിന്. അതിനുശേഷം വീണ്ടും ക്ഷേത്രം തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇന്ന് 10 മണി വരെ, രാത്രി 10 മണി വരെ ദർശനമുണ്ടാകും. ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിനാണ് ഇന്ന് അയോധ്യ സാക്ഷ്യം വഹിച്ചത്. അതായത് 2020 നിർമ്മാണം തുടങ്ങിയ ഒരു ക്ഷേത്രം 2024 ഇതുമായി ബന്ധപ്പെട്ട് പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നു. ഇപ്പോൾ 1 വർഷം
വർഷവും 9 മാസത്തിന് ശേഷം ധ്വജാരോഹണം എന്ന രീതിയിൽ 3 നിലകളും പൂർത്തിയായി 191 അടി ഉയരമുള്ള ഗോപുരത്തിന് മുകളിൽ 11 അടിയുള്ള ധ്വജം ഉയർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ചടങ്ങിന് ഇന്ന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു അയോധ്യ എന്നുള്ളത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ഈ ചടങ്ങിന് നേതൃത്വം നൽകിയത്. RSS മേധാവി ശ്രീ മോഹൻ ഭാഗവത് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. ഒപ്പം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സാന്നിധ്യവും ഏറെ ശ്രദ്ധേയമായിരുന്നു. ഇതടക്കം നിരവധി വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങായി ഇത് മാറുക കൂടിയായിരുന്നു. അങ്ങനെ വളരെ വലിയ തോതിലുള്ള ഒരു ചടങ്ങ് ഇന്നിവിടെ നടക്കുന്ന പശ്ചാത്തലം കൂടി നമ്മൾ കണ്ടു. 500 വർഷം നീണ്ട ഒരു കാത്തിരിപ്പാണ്, 500 വർഷത്തെ ദൃഢനിശ്ചയമാണ് ഇന്ന് അയോധ്യയിൽ കണ്ടത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചടങ്ങിന് നേതൃത്വം നൽകിക്കൊണ്ട് പ്രസംഗിച്ചത്. 7000-ഓളം വരുന്ന ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു മോദിയുടെ പ്രസംഗം. आज उस यज्ञ की पूर्णाहुति है जिसकी अग्नि 500 वर्ष तक प्रज्वलित रही. जो यज्ञ एक पल भी आस्था से डिगा नहीं, एक पल भी विश्वास से टूटा नहीं. आज भगवान श्री राम के गर्भगृह की अनंत ऊर्जा, श्री राम परिवार का दिव्य प्रताप इस धर्म ध्वजा के रूप में इस दिव्यतम भव्यतम मंदिर में प्रतिष्ठापित हुआ है. और साथियों, ये धर्म ध्वजा केवल एक ध्वजा नहीं, ये भारतीय सभ्यता के पुनर्जागरण का ध्वज है. RSS മേധാവി ശ്രീ മോഹൻ ഭാഗവത് കൂടി ഈ ചടങ്ങിന്റെ ഭാഗമായി സംസാരിക്കുകയുണ്ടായി. ഇത് ഭാരതത്തിന്റെ വിജയമാണ് എന്നും ഈ ഉയർന്നു പറക്കുന്നത് രാജ്യത്തിന്റെ അഭിമാനമാണ് എന്നും ശ്രീ മോഹൻ ഭാഗവത് പറഞ്ഞു. രാജ്യത്തിന്റെ അഭിമാനവും ഒപ്പം ദൃഢനിശ്ചയവും കൂടി ചേരുന്ന പതാകയാണ് ഈ 191 അടി ഉയരത്തിൽ പാറിപ്പറക്കുന്നത് എന്നായിരുന്നു മോഹൻ ഭാഗവത്തിന്റെ വാക്കുകൾ. അതും ഏറെ ശ്രദ്ധേയമായി. കാരണം നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് പ്രാൺ പ്രതിഷ്ഠാ ദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥികളിൽ ഒരാൾ RSS മേധാവിയായിരുന്നു. പിന്നീട് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിക്ക് പ്രാധാന്യം നൽകിയതിനെ പരോക്ഷമായി വിമർശിച്ച പശ്ചാത്തലമുണ്ടായി. അതിനുശേഷം RSS മേധാവിയും നരേന്ദ്രമോദിയും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു പൊതുചടങ്ങായി കൂടി ഈ ധ്വജാരോഹണം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ക്ഷേത്ര ഇനാഗുറേഷൻ എങ്ങനെയാണ് നടന്നത് എന്നത് കാണാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു ആ ചടങ്ങിലും നിറഞ്ഞു നിന്നത്. ഇപ്പോൾ ധ്വജാരോഹണ ചടങ്ങും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് അവിടെ നടന്നത്. അയോധ്യയിൽ നിന്നുള്ള കാഴ്ചകളും വാർത്തയും വിശദാംശങ്ങളും ഒക്കെയാണ് രഞ്ജിത്ത് രാമചന്ദ്രൻ നൽകിയത്. നമ്മളുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ നേരം വൈകുന്നേരത്തിൽ വീണ്ടും കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.